Hello my dear students, welcome to Open Course E-commerce. നമ്മൾ ഈ ഇ-കോമേഴ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇ-കോമേഴ്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇത് ഒരു എസ്സേ പോലെയൊക്കെ ചോദിക്കാറുണ്ട്. ആസ് വി നോ ദാറ്റ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിന്, മോഡേൺ വേൾഡിലെ ബിസിനസ്സിന് ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ബയ്യിങ് ആൻഡ് സെല്ലിങ് നമ്മുടെ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ കൂടെ ചെയ്യുന്നതാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇത് ശരിക്കും നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സിൻ്റെ ഒരു പുതിയ ഡയമെൻഷൻ, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡയമെൻഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വളരെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയോട് കൂടിയിട്ട് ബിസിനസ് ഫേംസിനെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളുടെ കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ സർവീസ് സ്ട്രെങ്തൻ ചെയ്യാനും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കോമ്പറ്റീറ്റീവ് എഡ്ജും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഇ കോമേഴ്സിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ഓർഗനൈസേഷൻസിന് ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ഈ പറയുന്ന ഇ കോമേഴ്സ് പ്രാക്ടീസിലൂടെ കിട്ടുന്നുണ്ട്. ലൈക്ക് ബെറ്റർ ക്വാളിറ്റി, ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ലോ കോസ്റ്റ്, ഹൈ സ്പീഡ്, റിയൽ ടൈം ഇൻട്രാക്ഷൻ, ഇതൊക്കെ. അപ്പം ഈ പറയുന്ന ഇ കോമേഴ്സ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ 2 or more യൂസിങ് ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇ കോമേഴ്സിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെയുള്ള ഇ കോമേഴ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഇ കോമേഴ്സിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസ്യൂമർ സോവറിനിറ്റിയാണ്. ദറ്റ് ഈസ് കൺസ്യൂമേഴ്സിൻ്റെ ആധിപത്യമാണ്. നമുക്കറിയാം, കൺസ്യൂമേഴ്സ് ആർ കൺസിഡർഡ് ടു ബി ദ കിങ് ഇൻ ദ മാർക്കറ്റ്, ഇൻ ദ മോഡേൺ മാർക്കറ്റ് എസ്പെഷ്യലി. അപ്പോൾ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷൻസ് ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൺസ്യൂമേഴ്സ് ഇ കോമേഴ്സിൽ ഒരുപാട് വൈഡ് ചോയ്സാണ് എൻജോയ് ചെയ്യുന്നത്, ബെസ്റ്റ് സർവീസും. അവർക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. ഈ പറയുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ കൂടെ ഷോപ്പ് ചെയ്യാം, എവിടെ വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം, ഏത് ഡിവൈസിൽ കൂടെ, ഈ പറഞ്ഞ പോലെ ഷോപ്സ് നേരിട്ട് വിസിറ്റ് ചെയ്യാതെ എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. സോ അതുപോലെ പ്രോഡക്റ്റിനെ റിസർച്ച് ചെയ്യാനും വളരെ സിമ്പിളാണ്, വളരെ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, കമ്പയർ ചെയ്യാൻ, അതുപോലെ ഇ കോമേഴ്സിലൂടെ ഇത് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനൊക്കെയും എളുപ്പമാണ്. സോ ഇവർക്ക് അവരുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ ഈ പറയുന്ന പ്രോഡക്ട്സ് ഡെലിവേർഡ് ആവുകയും ചെയ്യും. ഇൻകൺവീനിയൻസും മാനുവൽ ഷോപ്പിങ്ങിലുള്ളതൊക്കെ ഇവിടെ അവോയ്ഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഓരോ കൺസ്യൂമേഴ്സിലേക്കും ഈ പറയുന്ന സപ്ലയർ ഫുൾ അറ്റൻഷൻ കൊടുക്കുന്നു. കാരണം 1-to-1 മാർക്കറ്റിംഗ് ആണ് അധികമായിട്ട് വരുന്നത്. മിഡിൽമെൻ്റെ ഓപ്പറേഷൻസ് കുറവാണ് ഇവിടെ. ഓക്കെ, സോ പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സായിട്ടാണ് ഇവിടെ ഇ കോമേഴ്സിൽ കണക്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ കോമേഴ്സിൽ ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സർവീസസ് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഇൻ്റർമീഡിയറ്റ്സ് ഈ പറയുന്ന ഇ കോമേഴ്സ് നമ്മളുടെ വേൾഡ് വൈഡ് വന്നതോട് കൂടിയിട്ട് മാർക്കറ്റിംഗ് സിനാറിയോയിൽ നിന്നും ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ കൺസ്യൂമേഴ്സിൻ്റെ ആധിപത്യം ഇ കോമേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ. ഓക്കെ, അതുപോലെ നോക്കുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ, കാരണം 1-to-1 മാർക്കറ്റിംഗ് ആയതുകൊണ്ട് നമ്മളുടെ മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ്, ഹൈ ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇ കോമേഴ്സ് എൻവയോൺമെൻറ്റിന് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റ് ഇ കോമേഴ്സ് വഴി മാർക്കറ്റിങ്ങിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ദാറ്റ് ഈസ് CRM, ഓർഗനൈസേഷനിൽ ഇതുപോലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ശരിക്കും കമ്പനീസ് ഈ ഒരു CRM വഴി ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമേഴ്സ് അത്രയും നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ഫോം ചെയ്തില്ലെങ്കിൽ അവർ നമുക്ക് ലോയൽ ആവില്ല. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സ് ഉള്ളത് കൊണ്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് അടുത്ത വെബ്സൈറ്റിലേക്ക് അവർ ജമ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് കസ്റ്റമൈസേഷനിൽ നമ്മുടെ എല്ലാ മാർക്കറ്റേഴ്സും
നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നല്ല സർവീസ് ഡെലിവറി ചെയ്ത് അവരായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അതിലൂടെ കസ്റ്റമർ ലോയൽറ്റി ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂ മാർക്കറ്റ്സ്, ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റിൽ കൂടെ ആയതുകൊണ്ട് മാർക്കറ്റേഴ്സിന് ഈ പറയുന്ന മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ കസ്റ്റമേഴ്സിന് വേൾഡ് വൈഡ് എവിടെ വേണമെങ്കിലും റീച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ നെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റേഴ്സിന് പുതിയ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഓവറോൾ ദ വേൾഡ്, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചില കസ്റ്റമേഴ്സ് സപ്പോസ് ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രോഡക്റ്റ് മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് നെറ്റിൽ കൂടെ അത് റീച്ച് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സും മാർക്കറ്റേഴ്സ് ഏത് കൺട്രിയിലുള്ള കസ്റ്റമേഴ്സിന് റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കൊമേഴ്സ് ശരിക്കും ഒരു മാസ് കസ്റ്റമൈസേഷൻ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് വേൾഡ് വൈഡ് കസ്റ്റമേഴ്സാണ് ഫോം ചെയ്യുന്നത്, അതിനെയാണ് മാസ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് പ്രൊഡക്ഷൻ പോസിബിൾ ആണ്, കാരണം ഈ പറയുന്ന നെറ്റിൽ കൂടെ തന്നെ നമുക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഫെമിലിയർ ആവുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സിൻ്റെ ഓർഡറിങ് സിസ്റ്റമൊക്കെ വളരെ ഈസി ടു യൂസ് ഓർഡറിങ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഏത് കസ്റ്റമേഴ്സിനും എളുപ്പത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യാനും ഇ കോമേഴ്സിലൂടെ സാധിക്കുന്നുണ്ട്. അത് വളരെ ക്വിക്ക് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് മാനുഫാക്ചേഴ്സ് ആ ഓർഡേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ജനറൽ മോട്ടോഴ്സ് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഇ കോമേഴ്സ് സ്ട്രാറ്റജിയിലൂടെ ഈ ജനറൽ മോട്ടോഴ്സ് കാർ കമ്പനി അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ ഓൺലൈൻ ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ്ക്ക് വേണ്ട കാറ് അല്ലെങ്കിൽ ട്രക്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ അവർ ബിൽഡ് ചെയ്യാണ്. ഇതിന് മുമ്പൊക്കെ ഇറ്റ് വിൽ ടേക്ക് സെവറൽ വീക്സ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറേ കൂടി ഫാസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഇ കോമേഴ്സിൻ്റെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് നമുക്ക് ഇ കോമേഴ്സിലൂടെ പ്ലെൻറ്റി ഓഫ് ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അത് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കപ്പെടുന്നു, ഫ്രീ എൻട്രിയാണ് മാർക്കറ്റിൽ. ഇതൊക്കെ നമ്മൾ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സ്, അതുപോലെ തന്നെ റെഡ്യൂസിങ് കോസ്റ്റും പ്രൈസും ഒക്കെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇ കോമേഴ്സിലൂടെ ഇപ്പോൾ ഒരു ഇൻവോയ്സ് പ്രോസസ് ചെയ്യുകയാണെങ്കിൽ അത് ഇലക്ട്രോണിക്കലി ആണ് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അത് ട്രഡീഷണൽ മെത്തേഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇത് നമ്മുടെ പ്ലെൻറ്റിഫുൾ ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഇ കോമേഴ്സിൻ്റെ ഗ്രോത്ത് ശരിക്കും ഈ പറയുന്ന ബിസിനസ്സിൻ്റെ കോസ്റ്റിനെ വളരെയധികം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ കോസ്റ്റും നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഇത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വളരെ എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ് ഇ കോമേഴ്സ് കൊണ്ട് സാധ്യമാവുന്നത്. പിന്നെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇ കോമേഴ്സ് ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിനാണെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഷോപ്സ് കൊടുക്കണം, അതുപോലെ തന്നെ സെയിൽസ് സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യണം, റെൻറ്റ് പേ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അൺവാണ്ടഡ് എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ ഇ കോമേഴ്സ് ബിസിനസ്സിന് ആവശ്യമില്ല. ഓൺലൈൻ ഷോപ്പിന് പ്രൊമോട്ട് ചെയ്യുക, വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഓൺ ടൈമിൽ കസ്റ്റമേഴ്സിന് എത്തിക്കുക. ഇത്ര മാത്രം കാര്യങ്ങൾ നമ്മളവിടെ ചെയ്താൽ മതി വിത്ത് ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഡയറക്റ്റായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മളുടെ ഇ കോമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് വളരെ വാല്യൂ ചെയിനായിട്ട്. ഓക്കെ, സോ ഈ പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഇ കോമേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക്സ്, വെയർ ഹൗസിങ്, ഈ IT, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇവർക്കെല്ലാം എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അതേസമയം ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ്, അത് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ് വഴി, പിന്നെ മാർക്കറ്റേഴ്സ് ആൻഡ് അഡ്വർടൈസേഴ്സിനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ ക്വിക്ക് ആൻഡ് സ്പീഡി ആയിട്ടുള്ള ഡിസ്പോസലാണ് കസ്റ്റമേഴ്സിന് ഇ കോമേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ ഗ്രേറ്റ് സ്പീഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി.
വളരെ കുറച്ച് സമയം കൊണ്ട് എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട്. അപ്പോൾ ഈ ടൈം കൺസ്യൂമിങ്, നമ്മളിപ്പം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രിൻറ്റിങ്, മെയിലിംഗ്, കാറ്റലോഗ്, ഇൻവൈറ്റിംഗ്, കൊട്ടേഷൻ, ഇതൊക്കെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിലേ ഒഴിവാക്കുന്നു, നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റത്തിലെ പോലെ ഡിലേ ഒഴിവാക്കുന്നു. അതുപോലെ വെബ്സൈറ്റ് ഇ കോമേഴ്സ് ട്രേഡേഴ്സ് അവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം സെൻട്രൽ പ്ലേസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ Amazon.com. നമുക്കറിയാം, വേൾഡ് ബിഗ്ഗസ്റ്റ് ബുക്ക് സ്റ്റോർ, മില്യൺ ഓഫ് ഇ ബുക്സ് ഓൺലൈൻ സെയിൽസിനെ ഇവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ഓരോ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ടെക്സ്റ്റും പിക്ചേഴ്സും പ്രൈസും എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മാനറിലാണ് ഇവർ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ മാനേജിങ് കോമ്പറ്റീഷൻ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റ് സെയിൽസ് അച്ചീവ് ചെയ്യാം. ഇ കോമേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസസിനെയും നമ്മുടെ ലാർജ് മൾട്ടിനാഷണൽ ഫേംസ് ആയിട്ട് ഇഫക്റ്റീവ്ലി കമ്പീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസിൽ. അതിന് ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ Amazon.com. ഇവരുടെ ഒരു വിർച്വൽ ബുക്ക് സ്റ്റോർ വളരെ ഒരു ചെറിയ കാലഘട്ടത്തിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സിംഗിൾ സ്ക്വയർ ഫീറ്റ് സ്പേസ്, ഫിസിക്കലായിട്ടുള്ള ഒരു ഫ്ലോർ സ്പേസ് ഇല്ലാതെയാണ് ഇവർ വിർച്വൽ ബുക്ക് സ്റ്റോർ ഫോം ചെയ്തിട്ടുള്ളത്. കറൻ്റ്ലി അവരുടെ ആനുവൽ സെയിൽസ് റേറ്റ് $1.2 ബില്യൺ ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇ കോമേഴ്സിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്.